ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഒരു നാടൻ വിഭവമാണ് തീരുമാനിച്ചേക്കുന്നത്, ചോറിന് കറിയായിട്ട്. അപ്പോൾ ഞാൻ ഒരു നാട്ടുമാങ്ങ വെച്ച് മാമ്പഴ പുളിശ്ശേരി അതാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ വാ ഗൈസ്, നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാ വെക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി 3 നാട്ടുമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, ഉലുവ ശകലം എടുത്തു. പിന്നെ ശകലം കറിവേപ്പില, ശകലം വറ്റൽമുളക്, പിന്നെന്താ തേങ്ങ, 1 മുറി തേങ്ങ, 1/2 മുറി തേങ്ങ, പിന്നെ ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ്, ശകലം കൊച്ചുള്ളി. ഇത്രയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഹായ് ഗൈസ്, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാങ്ങ താണ്ട ഇതിന്റെ തൊലി കളഞ്ഞ് പിച്ചാത്തി വെച്ച് ഇതിന്റെ തൊലി ഉരിഞ്ഞ് കളഞ്ഞു. അങ്ങനെ നമ്മൾ 3 മാങ്ങയും നമ്മൾ പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ആ അരപ്പ് മിക്സിയിൽ നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അരപ്പും മാമ്പഴവും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇൻഗ്രീഡിയന്റ് പറയാൻ മറന്നുപോയിരുന്നു. 2 പച്ചമുളകും കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം തിളപ്പിച്ച്, ഈ അരപ്പ് നമുക്ക് നല്ലോണം ചൂടാക്കി ഏകദേശം ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അരപ്പ് നല്ലോണം ചൂടായി നന്നായിട്ട് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം തൈര് ചേർക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി. എന്നിട്ട് നമ്മൾ ഇച്ചിരി തൈര് നല്ലോണം മോര് പോലെ ആക്കി അതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്ക് വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ല പോലെ നമുക്ക് താളിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാവും. നമ്മൾ ഒരു നല്ല ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കി. നല്ല ഒരു നാടൻ ഡിഷാണ്, ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോഴത്തേക്ക് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ നമുക്ക് മറ്റൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ടാറ്റാ.